ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ മൊഡ്യൂൾ 2 ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കോവ ഡെഫിനിഷൻ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇൻഡിജീനിയസ് മിൽക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ട്രഡീഷണൽ മിൽക്ക് പ്രൊഡക്ട്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കോവ. ആദ്യം നമുക്ക് എന്താണ് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പാർഷ്യലി ഡെസിക്കേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് നോക്കാം. ഈ വാക്ക് തന്നെ മനസ്സിലാകും. അതായത് പാലിലുള്ള മോയിസ്ചർ എല്ലാം വറ്റിച്ച് നമ്മൾ അതിലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പാർഷ്യലി ഡെസിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ ഇൻ ദിസ് ക്ലാസ് ഓഫ് പ്രൊഡക്ട്സ് മിൽക്ക് ഈസ് കോൺസെൻട്രേറ്റഡ് യൂസിങ് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് അതിലുള്ള മോയിസ്ചർ എല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നത്. Moisture present in milk gets reduced due to evaporation of vapors of the product. അതായത് ആ പ്രൊഡക്റ്റിലുള്ള വേപ്പേഴ്സിനെ നമ്മൾ ഇവാപറേഷൻ വഴി റെഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മളുടെ പ്രൊഡക്റ്റിലുള്ള മോയിസ്ചർ നമ്മൾ വേപ്പേഴ്സ് ഇവാപറേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ബേസ്ഡ് ഓൺ ദി എക്സ്റ്റെന്റ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ്, പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സ്മെൽ, കളർ, അരോമ ആൻഡ് ടെക്സ്ചർ ഇമ്പാർട്ട് ടു ദ പ്രൊഡക്ട്സ്. അതായത് നമ്മൾ എത്രമാത്രം ഹീറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന ഈ താഴെ കാണുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ആകുന്നത്. അതായത് ഖോവ, റാബറി, ബസുണ്ടി. അപ്പൊ 3 പ്രൊഡക്ട്സ് ആണ് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പാർഷ്യലി ഡെസിക്കേറ്റഡ് പ്രൊഡക്റ്റിൽ വരുന്നത്. മെയിൻ ആയിട്ട് കോവ, പിന്നെ റാബറി, ബസുണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കോവയാണ്. സോ നമുക്ക് ഫോട്ടോയിൽ കാണാം കോവ, റാബറി, ബസുണ്ടി. കോവയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് ഇൻഡിജീനിയസ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ട്. അതാണ് നമ്മളുടെ ഗുലാബ് ജാമുൻ, ബർഫി, കാലാക്കണ്ട്, മിൽക്ക് കേക്ക്, പേട. അപ്പൊ ഈ ഓരോ പ്രൊഡക്ട്സ് നമ്മൾ വഴിയെ കാണുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോവയെ പറ്റിയിട്ടാണ്. കോവ എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ വൺ ഓഫ് ദ 2 ചീഫ് ബേസസ് ഫോർ പ്രിപ്പയറിംഗ് ഇൻഡിജീനിയസ് സ്വീറ്റ്സ്. അപ്പൊ വേറൊരു ചീഫ് ബേസ് ഏതാണ്? ചന നമ്മൾ യൂസ് ചെയ്യുന്നത് രസഗുള, അതേപോലെ തന്നെ സന്ദേശ്, രസ്മലായി, ഇതേപോലത്തെ സ്വീറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചന യൂസ് ചെയ്യുന്നത്. അതേ ഇമ്പോർട്ടൻസ് ആണ് കോവയ്ക്കുള്ളത്. കോവൻ നമ്മൾ നമ്മുടെ ഗുലാബ് ജാമുൻ, പേട, ബർഫി ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The market for Coa-based sweets is estimated at INR 520 billion. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കോവയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാല് ഇന്ത്യൻ റുപ്പി 520 ബില്യൺ ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ്. അതായത് ടോട്ടൽ കോവ പ്രൊഡക്ഷന്റെ 36% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശ് ആണ്. അപ്പോ കോവ പല സ്ഥലത്തും പല നെയിമിലാണ് അറിയപ്പെടുന്നത്. എസ്പെഷ്യലി കേരളത്തിലൊക്കെ കോവ നമ്മൾ പാൽക്കോവ എന്ന പേരിലാണ് പറയുന്നത്. അതുകൂടാതെ കോയ, മാവ, കാവ ഈ പേരിലെല്ലാം എന്താണ് കോവ അറിയപ്പെടുന്നത്. അപ്പൊ കോവയ്ക്ക് പല ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, കമ്മിങ് ടു ദ ഡെഫിനിഷൻ. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഡെഫിനിഷൻസ് ആണ്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്, FSSAI ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ BIS ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ കമ്മിങ് ടു ദ നോർമൽ ഡെഫിനിഷൻ ഓഫ് കോവ, കാവ, മാവ refers to the partially dehydrated whole milk product prepared by the continuous heating of milk in a karahi over a direct fire, while also constantly stirring and scraping by using a kundi till it reaches a semi-solid consistency. Thereafter, the pan contents are removed from the fire and worked up into a solid mass known as coa pat. അതായത് കോവ എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യലി ഡീഹൈഡ്രേറ്റഡ് ഹോൾ മിൽക്ക് പ്രൊഡക്റ്റ് ആണ്. അതായത് ഫുൾ ആയിട്ട് മിൽക്കിലെ മോയിസ്ചർ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, പാർഷ്യലി ആണ് നമ്മൾ അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മളുടെ എങ്ങനെയാണ് ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത്? കരാഹി, അതൊരു അയൺ വെസലാണ്. അത് നമ്മൾ ഫയറിൽ വെക്കുന്നു. അത് നമ്മൾ മിൽക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ കോൺസ്റ്റന്റ്ലി നമ്മൾ സ്റ്റിർ ചെയ്യുന്നുണ്ട്, സ്ക്രാപ്പ് ചെയ്യുന്നത് ഇളക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ സൈഡിലൊക്കെ പറ്റി പിടിച്ചതൊക്കെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ നമ്മൾ സ്പൂൺ എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് കുണ്ടി. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിർ ചെയ്യുന്നതും സ്ക്രാപ്പ് ചെയ്യുന്നതും. അങ്ങനെ ഒരു സെമി സോളിഡ് അല്ലെങ്കിൽ ഡഫി കൺസിസ്റ്റൻസി എത്തുന്നു. അങ്ങനെ ഡഫി കൺസിസ്റ്റൻസി എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടന്റ് എല്ലാം ആ ഫയർ അല്ലെങ്കിൽ ആ ഹീറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒരു തണുക്കുമ്പോൾ ഒരു സോളിഡ് മാസ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക് അപ്പ് ചെയ്തിട്ടാണ് പേട, ഗുലാബ് ജാമുൻ അങ്ങനത്തെ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി FSSAI ഡെഫിനിഷൻ, അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്ന ഡെഫിനിഷൻ. കോവ by whatever name it is sold, such as kova or mawa or any other region specific popular name, means the product obtained by the partial removal of water from any variant of milk with or without added milk solids by heating under controlled conditions. It shall be free from added starch and added sugar. സോ കോവ FSSAI അനുസരിച്ച് പല പേരിലാണ് സോൾവ് ചെയ്യുന്നത്. കോവ അല്ലെങ്കിൽ മാവ എന്ന പേരിലാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിൽ നിന്നുള്ള വാട്ടർ പാർഷ്യലി റിമൂവ് ചെയ്തിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ഡെഫിനിഷനിൽ കണ്ടിരുന്നു പാർഷ്യൽ ഡിഹൈഡ്രേഷൻ ഓഫ് വാട്ടർ.
അപ്പോ നമ്മൾ വാട്ടർ റിമൂവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എനി വേരിയന്റ് ഓഫ് മിൽക്ക്, അതായത് കൗ മിൽക്ക് ആവാം, ബഫലോ മിൽക്ക് ആകാം, മിക്സ്ഡ് മിൽക്ക് ആകാം. ഇപ്പൊ എനി വേരിയന്റ് ഓഫ് മിൽക്ക് നമുക്ക് എന്താണ് കോവ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ എന്താണ്, ഒരു കൺട്രോൾഡ് കണ്ടീഷൻസിലാണ് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇറ്റ് ഷാൾ ബി ഫ്രീ ഫ്രം ആഡഡ് സ്റ്റാർച്ച് ആൻഡ് ആഡഡ് ഷുഗർ. ആഡഡ് സ്റ്റാർച്ചിനും ആഡഡ് ഷുഗറിനും ഇതെന്താണ്, ഫ്രീ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈ FSSAI കോവയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ടോട്ടൽ സോളിഡ്സ്, അതായത് കോവയിലുള്ള ടോട്ടൽ സോളിഡ്സ് 83% മിനിമം വേണം. മിൽക്ക് ഫാറ്റ് ഡ്രൈ മാറ്റർ ബേസിസ്, അതായത് നമ്മൾ കോവനെ ഡ്രൈ ചെയ്ത് മോയിസ്ചർ എല്ലാം റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ഡ്രൈ മാറ്റർ ബേസിസിൽ 55% എന്താണ്, ഫാറ്റ് വേണം. മിൽക്ക് ഫാറ്റ് ഇൻ വെറ്റ് മാറ്റർ ബേസിസ്, അതായത് ഹോൾ കോവ, അതായത് കുറച്ച് മോയിസ്ചർ ഒക്കെ ഉള്ള കോവ എടുത്താൽ അതിൽ 27% ആയിരിക്കണം മിൽക്ക് ഫാറ്റ്. ഇനി ടോട്ടൽ ആഷ് 6%, അതായത് 6% കൂടിയാലോ അതിലെന്തെങ്കിലും അഡൾട്രന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ടൈട്രേറ്റബിൾ അസിഡിറ്റി പെർസെന്റേജ് ലാക്ടിക് ആസിഡിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാക്സിമം 0.9% പാടുള്ളൂ. ഇൻ കേസ് 0.9% കൂടിയാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഫ്രഷ് മിൽക്ക് ഒന്നുമല്ല യൂസ് ചെയ്തേക്കുന്നത്, എന്താണ് ഫ്രഷ് അല്ലാത്ത മിൽക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് 0.9% കൂടുതൽ ടൈട്രേറ്റബിൾ അസിഡിറ്റി വന്നത്. സോ ടൈട്രേറ്റബിൾ അസിഡിറ്റി എപ്പോഴും 0.9% ലാക്ടിക് ആസിഡ് ആയിരിക്കണം. ഇനി നമുക്ക് കമ്മിങ് ടു ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതായത് BIS സ്റ്റാൻഡേർഡ്സും സെയിം, അതായത് ഏകദേശം സെയിം ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് പറയുന്നത്. കോവ ഈസ് എ ഹീറ്റ് കൊയാഗുലേറ്റഡ് മിൽക്ക് പ്രൊഡക്ട് ഒബ്റ്റെയിൻഡ് ബൈ പാർഷ്യൽ ഡീഹൈഡ്രേഷൻ ഓഫ് മിൽക്ക് ഓഫ് ബഫലോ, കൗ, ഷീപ്പ്, ഗോഡ് ഓർ ദർ മിക്സ്ചർ. നമ്മൾ FSSAI ഡെഫിനേഷനിൽ കണ്ടത് എനി വേരിയന്റ് എനി മിക്സ്ചർ ഓഫ് മിൽക്ക് എന്നാണ്. അപ്പൊ ഇതിൽ ഓരോന്നും എടുത്തു പറയട്ടെ, അതായത് ബഫലോ മിൽക്ക് ആകാം, കൗ മിൽക്ക് ആകാം, ഷീപ്പ് ആകാം, ഗോട്ട് ആകാം, അല്ലെങ്കിൽ ഇതിന്റെ മിക്സ് ആകാം. അപ്പൊ ഈ ഒരു മിൽക്കിൽ നിന്ന് നമ്മൾ എന്താണ് പാർഷ്യൽ ഡീഹൈഡ്രേഷൻ നടത്തി കിട്ടുന്ന ഒരു ഹീറ്റ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആണ് കോവ. ഇതിൽ എന്താണ്, ഇറ്റ് ഷാൾ നോട്ട് കണ്ടെയ്ൻ എനി ഇൻഗ്രീഡിയന്റ് ഫോറിൻ ടു മിൽക്ക് എക്സെപ്റ്റ് അഡീഷൻ ഓഫ് സിട്രിക് ആസിഡ് ഇൻ തനേതർ കോവ. നമ്മൾ ഇനി 3 ടൈപ്സ് ഓഫ് കോവ പഠിക്കേണ്ടത്, പിണ്ടി, തനേതർ, ഡാബ്. അതിൽ തനേതർ കോവയിൽ നമുക്ക് എന്താണ് കുറച്ച് സിട്രിക് ആസിഡ് യൂസ് ചെയ്യാം, ഒരു ഗ്രാനുലാർ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെന്തിനാന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു കോവയില് സിട്രിക് ആസിഡ് നമുക്ക് ആഡ് ചെയ്യാം, പക്ഷെ വേറൊരു ഇൻഗ്രീഡിയന്റ് നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ് BIS ഡെഫിനിഷൻ പറയുന്നത്. സോ അതിന്റെ സ്റ്റാൻഡേർഡ്സ് നോക്കാം. വെറൈറ്റീസ് ഓഫ് കോവ, പിണ്ടി, ധനേതർ, ഡാബ്. ടോട്ടൽ സോളിഡ് പിണ്ടിയിലായിരിക്കണം ഏറ്റവും കൂടുതൽ വേണ്ടത് 65%, ധനേതറിൽ 60, ഡാപ്പില് 55. ഫാറ്റ് എല്ലാത്തിലും സെയിം ആയിരിക്കണം, 37% ഡ്രൈ മാറ്റർ ബേസിസിൽ വേണം. ടോട്ടൽ ആഷ് 6% ആണ് 3 ടൈപ്പ് ഓഫ് കോവയിലും. ഓൺ ദ പെർസെന്റേജ് ഓൺ ഡ്രൈ മാറ്റർ ബേസിസ്, ടൈട്രേറ്റബിൾ അസിഡിറ്റി പിണ്ടിയിൽ 0.8%, ധനേതറിൽ 0.9%, ഡാപ്പില് 0.6%. ഇനി കോളിഫോം കൗണ്ട്, അതായത് പിണ്ടി കോവയില് 90 പെർ ഗ്രാം ആയിരിക്കണം മാക്സിമം കോളിഫോം കൗണ്ട് വരാൻ പാടുള്ളൂ. അതിൽ കൂടിയാൽ നമ്മൾ അത് ഡിസ്കാർഡ് ചെയ്യണം. ധനേതറിലും 90, ഡാപ്പിലും 90 പെർ ഗ്രാം തന്നെയാണ്. ഈസ്റ്റ് ആൻഡ് മോൾഡ് കൗണ്ട് 3 വെറൈറ്റീസ് ഓഫ് കോവയിൽ സെയിം ആണ്, 50 പെർ ഗ്രാം, 50 പെർ ഗ്രാം ആൻഡ് 50 പെർ ഗ്രാം. അതിൽ കൂടുതൽ എക്സസ് ആയാൽ എന്താണ്, ആ ബാച്ച് മൊത്തം കണ്ടാമിനേറ്റഡ് ആണ്, നമ്മളത് ഡിസ്കാർഡ് ചെയ്യണം. ഇനി മൈക്രോബയോളജിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് കോവ. FSSAI മൈക്രോബയോളജിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് എയറോബിക് പ്ലേറ്റ് കൗണ്ട്, കോളിഫോം കൗണ്ട്, സ്റ്റഫിലോകോക്കസ് ഓറിയസ്, ഈസ്റ്റ് ആൻഡ് മോൾഡ് കൗണ്ട്, എസ്കറീഷ്യ കോളൈ, സാൽമണല്ല സ്പീഷീസ് ആൻഡ് ലിസ്റ്റീരിയ മോണോസൈറ്റോസിസ്. ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് സാമ്പിളിംഗ് പ്ലാൻ ഉണ്ട്, അക്സെപ്റ്റൻസ് നമ്പർ ഉണ്ട്, സ്മോൾ M ഉണ്ട്, ക്യാപിറ്റൽ M ഉണ്ട്. സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മള് ആ ഒരു ബാച്ചിന് എത്ര സാമ്പിൾസ് ആണ് എക്സാമിൻ ചെയ്യാൻ എടുക്കേണ്ടത്. ഒരു ബാച്ച് ഉണ്ടാക്കിയാൽ 5 സാമ്പിളിംഗ് പ്ലാൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ അക്സെപ്റ്റൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കണം, അതായത് ഈ 5 സാമ്പിൾസിൽ 3 എണ്ണമെങ്കിലും സ്മോൾ എമ്മിനും ക്യാപിറ്റൽ എമ്മിനും ഇടയിലായിരിക്കണം. 3ൽ കൂടിയാൽ നമ്മൾ ആ ബാച്ച് ഫുള്ള് കണ്ടാമിനേറ്റഡ് ആണ്, ഡിസ്കാർഡ് ചെയ്യണം. അപ്പൊ ഏറ്റവും എയറോബിക് പ്ലേറ്റ് കൗണ്ട് കോവയിൽ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 × 10⁴ ആണ്, CFU പെർ ഗ്രാം ആണ്. മാക്സിമം 7.5 × 10⁴ CFU പെർ ഗ്രാം ആണ്, അതിൽ കൂടാൻ പാടില്ല. ഇനി കോളിഫോം കൗണ്ട് സാമ്പിളിംഗ് പ്ലാൻ 5, അക്സെപ്റ്റൻസ് നമ്പർ 2 ആണ്. അപ്പോ മിനിമം, അതായത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മൈക്രോബയോളജിക്കൽ ലിമിറ്റ് 50 CFU പെർ ഗ്രാം ആണ്. പക്ഷെ എന്താണ് മാക്സിമം, അതായത് ഈ ഒരു 100 CFU പെർ ഗ്രാമിൽ കൂടെ പാടില്ല. സ്റ്റഫിലോകോക്കസ് ഓറിയസ് കൊയാഗുലീസ് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റഫിലോകോക്കസ് ആണ് പറയുന്നത്. അത് സാമ്പിളിംഗ് പ്ലാൻ 5, അക്സെപ്റ്റൻസ് നമ്പർ 3. മിനിമം, അതായത് അക്സെപ്റ്റബിൾ മൈക്രോബയോളജിക്കൽ ലിമിറ്റ് 10 CFU പെർ ഗ്രാം, മാക്സിമം ആയിട്ടുള്ള ലിമിറ്റ് 100 CFU പെർ ഗ്രാം.
ഈസ്റ്റ് ആൻഡ് മോഡ് കൗണ്ട് സെയിം, 5 ആണ് സാമ്പിളിംഗ് പ്ലാൻ, അക്സെപ്റ്റൻസ് നമ്പർ 3 ആണ്. അതായത് മൈക്രോബയോളജിക്കൽ ലിമിറ്റ് മിനിമം 10 മാക്സിമം 50 CFU per gram. ഈക്വളി സാമ്പിളിംഗ് പ്ലാൻ 5, അക്സെപ്റ്റൻസ് നമ്പർ 0. അതായത് നമ്മൾ ഒരു ബാച്ചിൽ നിന്ന് 5 സാമ്പിൾസ് ഇട്ട് എക്സാമിൻ ചെയ്തു. ഒന്നിനെങ്കിലും ഈക്വളി ഡിറ്റക്ട് ചെയ്താൽ ആ ഹോൾ ബാച്ച് നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. അതായത് ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് അപ്പോൾ അക്സെപ്റ്റബിൾ മൈക്രോബയോളജിക്കൽ ലിമിറ്റ് ലെസ് ദാൻ 10 CFU per gram ഇടണം. മാക്സിമം മൈക്രോബയോളജിക്കൽ ലിമിറ്റ് ഇല്ല. അതായത് ഒന്നെങ്കിലും പോസിറ്റീവ് ആയാലും ആ ഹോൾ ബാച്ച് ഡിസ്കാർഡ് ചെയ്യണം. സെയിം ഇൻ ദ കേസ് ഓഫ് സാൽമണല്ല ആൻഡ് ലിസ്റ്റീരിയ. അതായത് സാൽമണല്ലയിലുള്ള അക്സെപ്റ്റബിൾ മൈക്രോബയോളജിക്കൽ ലിമിറ്റ് ആബ്സെന്റ് ഇൻ 25 per gram ആയിരിക്കണം. പിന്നെ ലിസ്റ്റീരിയയിലുള്ളത് ആബ്സെന്റ് ഇൻ 25 per gram ആണ്. ഓക്കെ, ഇനി വെറൈറ്റീസ് ഓഫ് ഗോവ. 3 ടൈപ്പ് വെറൈറ്റി ആണുള്ളത്: പിണ്ടി, ദാബ്, ധനേതർ. പിണ്ടിയുടെ എന്താണ് ഫാറ്റ്, മോയിസ്ചർ, പിന്നെ അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പിണ്ടിയിലെ ഫാറ്റ് ലിമിറ്റ് 21 to 26% ആണ്. മോയിസ്ചർ 31 to 33. ടോട്ടൽ സോളിഡ്സ് 67 to 69. നമുക്കറിയാം മോയിസ്ചർ എന്ന് പറഞ്ഞാൽ 100 മൈനസ് ടോട്ടൽ സോളിഡ് ആണ്. അപ്പോൾ എന്താണ് ടോട്ടൽ സോളിഡിൽ നിന്ന് 100ൽ നിന്ന് ടോട്ടൽ സോളിഡ് മൈനസ് ചെയ്താൽ നമുക്ക് മോയിസ്ചർ കിട്ടും. ദാപ്പിന്റേത് ഫാറ്റ് 20 to 23, മോയിസ്ചർ 37 to 44, 56 to 63 ആണ് ടോട്ടൽ സോളിഡ്സ്. ധനേതർ 20 to 25 ആണ് ഫാറ്റ് പെർസെന്റേജ്, മോയിസ്ചർ 35 to 40, ടോട്ടൽ സോളിഡ്സ് 60 to 65% ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മോയിസ്ചർ കണ്ടന്റ് ഉള്ള കോവയുടെ വെറൈറ്റി ആണ് ദാപ്പ്. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ ഗുലാബ് ജാമുൻ, പാൻറ്റുവ എന്ന പ്രൊഡക്റ്റൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പാൻറ്റുവ എന്ന് പറഞ്ഞാൽ കോവി, ചന ഞാൻ പറഞ്ഞല്ലോ സന്ദേശ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആണ് പാൻറ്റുവ. അപ്പൊ പിണ്ടി യൂസ് ചെയ്യുന്ന നമ്മൾ ബർഫി, പേട ഇതുപോലത്തെ പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ്. ധനേതർ യൂസ് ചെയ്യുന്നത് കാലാകട്ട് അല്ലെങ്കിൽ ഗോഡ് ബർഫി ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കമ്മിങ് ടു പിണ്ടി. പിണ്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സർക്കുലർ ബോൾ ഓഫ് ഹെമിസ്പെറിക്കൽ പാഡ് വിത്ത് കോമ്പാക്ട് മാസ്, ഹോമോജീനിയസ് ആൻഡ് സ്മൂത്ത് ടെക്സ്ചർ. അതായത് പിണ്ടിക്ക് എപ്പോഴും എന്താണ് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള മാസ് ആയിരിക്കും എപ്പോഴും. അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഹോമോജീനിയസ് ടെക്സ്ചർ ആയിരിക്കും. ഷാൽ നോട്ട് ഷോ എനി സൈൻ ഓഫ് ഫാറ്റ് ലീക്കേജ് ഓർ പ്രസൻസ് ഓഫ് ഫ്രീ വാട്ടർ. അതായത് നമ്മൾ നല്ലപോലെ നീഡ് ചെയ്യുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴൊന്നും അതിൽ ഒരിക്കലും എന്താണ് ഫാറ്റ് ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നമ്മുടെ കൈ കൊണ്ട് കോവ വർക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഫാറ്റ് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് പിണ്ടിയല്ല, അതിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു പ്ലസന്റ് കുക്ക്ഡ് ഫ്ലേവർ ആയിരിക്കും. അതേപോലെ തന്നെ ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള ബേർഡ് ആസിഡിക് ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ബർഫി, പേട പോലത്തെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കമ്മിങ് ടു ദാബ്. ദാബ് എന്ന് പറഞ്ഞാൽ ഹൈ പെർസെന്റേജ് മോയിസ്ചർ ഉള്ള ഒരു കോവ വെറൈറ്റി ആണ്. എന്തിനാണ് ഹൈ മോയിസ്ചർ? അതായത് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫ്രീ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുലാബ് ജാമുൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മൈദ, അതേപോലെ തന്നെ നമ്മളുടെ സെമോളിന ഇതൊക്കെ നല്ലപോലെ ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദാപ്പിൽ കുറച്ച് മോയിസ്ചർ കണ്ടന്റ് കൂടുതലുള്ളതായിട്ട് പറയുന്നത്. അപ്പൊ ദാപ്പ് ഇസ് എ റോ കച്ചാ ഗോവ ക്യാരക്ടറൈസ്ഡ് ബൈ ലൂസ് ബട്ട് സ്മൂത്ത് ടെക്സ്ചർ ആൻഡ് സോഫ്റ്റ് ഗ്രെയിൻസ് ആൻഡ് സ്റ്റിക്കി ബോഡി. അതായത് നമ്മൾ കോവ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ പൊട്ടി പിടിക്കുകയാണെങ്കിൽ, അതായത് സ്റ്റിക്കി ബോഡി ആണെങ്കിൽ അത് ദാപ്പ് വെറൈറ്റി ഓഫ് കോവ ആയിരിക്കും. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗുലാബ് ജാമുൻ, കാലാ ജാമുൻ, പാൻറ്റോവ, ക്യാരറ്റ് ഹൽവ. ഇപ്പൊ ഗുലാബ് ജാമുനും കാലാ ജാമുൻ എന്ന് പറഞ്ഞാൽ ഗുലാബ് ജാമുന്റെ പോലത്തെ വേറൊരു വെറൈറ്റിയാണ്. പക്ഷെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുന്നില്ല, ഒരു ബ്ലാക്ക് ബ്രൗൺ കളർ ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദാപ്പ് വെറൈറ്റി യൂസ് ചെയ്യുന്നത്. ഇനി ധനേതർ ഗോവ. It is characterized by the granular texture with hard grains of different sizes and shapes embedded in viscous serum. അതായത് നമ്മൾ പറഞ്ഞു ധനേതർ ഗോവ ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് സിട്രിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് സിട്രിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഒഫ്കോഴ്സ് നമുക്കറിയാം പാലിൽ സിട്രിക് ആസിഡ് യൂസ് ചെയ്താൽ അത് പിരിയും. അപ്പൊ ഒരു എന്താണ് ഹാർഡ് ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ചെറുതായിട്ട് നമ്മൾ സിട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഈ കോവയിൽ എന്താണ് ഒരു ഗ്രാനുലാർ ടെക്സ്ചറിലും നല്ല ഹാർഡ് ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു വിസ്കസ് ആയിട്ടുള്ള സെറം ഡെവലപ്പ് ചെയ്യും. നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലൂസ് ആയിട്ടുള്ള സെറം ആയിരിക്കും, കാരണം നമ്മൾ അതിൽ എക്സസ് ആയിട്ടുള്ള സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ധനേതറിൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്, വളരെ വിസ്കസ് ആയിട്ടുള്ള സെറമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ധനേതർ ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കാലാകട്ട് മിൽക്ക് കേക്ക്. മിൽക്ക് കേക്കിനൊക്കെ ഒരു ഗ്രാനുലാർ ടെക്സ്ചർ കിട്ടുന്നത് ഈ ധനേതർ ഗോവ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓൾസോ സ്ലൈറ്റ്ലി സോർ മിൽക്ക് ഈസ് പ്രിഫേർഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ദിസ് വെറൈറ്റി ആസ് എ ഈ ഗ്രാനുലാർ ടെക്സ്ചർ. ഇപ്പൊ സിട്രിക് ആസിഡോ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്താണ് സോർ മിൽക്ക്, അതായത് കുറച്ച് സോറായിട്ടുള്ള മിൽക്ക് നമുക്ക് ഈ ധനേതർ ഗോവ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് വെറൈറ്റീസ് ഓഫ് ഗോവ, പിണ്ടി, ദാബ്, ധനേതർ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs നോക്കാം. Kova is prepared by fermentation of milk,
partial dehydration of milk by continuous heating, freezing of milk, churning of milk. ആൻസർ ഏതാണ്? കോവ നമ്മൾ എപ്പോഴും പാർഷ്യൽ ഡീഹൈഡ്രേഷൻ വഴി ഉണ്ടാക്കുന്നതാണ് ബൈ കണ്ടിന്യൂസ് ഹീറ്റിംഗ്. According to FSSAI, kova should be free from added sugar and starch, B, salt and sugar, preservatives only, D, citric acid. അപ്പൊ കോവ എപ്പോഴും ആഡഡ് ഷുഗറും സ്റ്റാർച്ചും നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം. അതാണ് നമ്മൾ FSSAI ഡെഫിനിഷനിൽ കണ്ടത്. കുറച്ച് സിട്രിക് ആസിഡ് ഒക്കെ ആവാമെന്ന് നമ്മൾ BIS ഡെഫിനിഷനിൽ കണ്ടു. കോത തനേതർ കോവ. The minimum total solids required in kova as per FSSAI. FSSAI അനുസരിച്ച് മിനിമം 80% in total solids ആണ് പറ്റുള്ളൂ. Next is the minimum milk fat content in kova on the weight basis is 20, 25, 27, 30%. The answer is 27% ആണ് മിനിമം ആയിട്ടുള്ള നമ്മളുടെ 27% ആണ്. So minimum milk fat content in kova on dry matter basis. Dry matter basis എത്രയായിരുന്നു പറഞ്ഞത്? 37, 45, 50, 55%. 55% ആണ് dry matter basis. Which variety of kova is mainly used for preparing barfi and peda? ഇപ്പൊ ബർഫി ആൻഡ് പേട നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഹോമോജീനിയസ് ആയിട്ടുള്ള സ്മൂത്ത് ടെക്സ്ചർ ഉള്ള ഏത് കോവയായിരുന്നു? ദാബ്, ധനേതർ, പിണ്ടി, റാബറി. ഓഫ്കോഴ്സ് പിണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റാബറി ഒരിക്കലും ഒരു വെറൈറ്റി ഓഫ് കോവയല്ല. റാബറി ഈസ് അനദർ പ്രൊഡക്റ്റ്. Coming to the 7th question. Which variety of kova is mainly used for preparing gulab jamun? Pindi, Danedar, Dab, Basundi. So gulab jamun high moisture content വേണം for the soaking of maida and semolina. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് Danedar കോവയാണ്. Which variety of kova is used for the preparing കാലാക്കൺ? കാലാക്കൺ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാനുലാർ ടെക്സ്ചർ ആണ് വേണ്ടത് മിൽക്ക് കേക്കിനൊക്കെ. അപ്പൊ ഏത് കോവയാണ്? പിണ്ടി, ദാബ്, Danedar, Rabri. Answer is Danedar. Which variety of kova has the highest moisture content? A, Pindi, B, Danedar, C, Dab, Rabri. എന്താണ് ഗുലാബ് ജാമിനൊക്കെ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള കോവയാണ് യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, Dab. 10th question. Danedar kova is characterized by A, smooth homogeneous texture, B, loose sticky texture, C, granular texture with hard grains, D, fibrous texture. Danedar kova, granular texture with hard grains, option C. 11th question. Citric acid is permitted in the manufacture of Pindi kova, Dab kova, Danedar kova, all varieties. Answer is option C, Danedar kova. 12th one. Slightly sour milk is prepared for the manufacture of A, Pindi, B, Danedar, C, Dab, D, Rabari. Answer is option B, Danedar kova, used for the manufacture of Kalakan and milk cake. So 13th question. Which state account for about 36% of India's kova production? Gujarat, Punjab, Uttar Pradesh, Kerala. Answer is option C, Uttar Pradesh. Kova is one of the two chief bases for preparing indigenous sweets. The other base is option A, cream, option B, paneer, option C, chana, option D, butter. Of course, it is chana. Chana is used for the manufacture of sandesh, rasmalai, rasgulla. Then the 15th last question. The maximum titratable acidity allowed in kova as per FSSAI is option A, 0.5%, option B, 0.7, option C, 0.9, and option D, 1.2. So the answer is option C, 0.9%. So that's all for today. For ഇന്ന് നോക്കിയത് kova, its definition, standards, and classification. Thank you.